ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ തുടങ്ങുന്നത് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് തുടങ്ങുന്നത്. കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ മടിയായതുകൊണ്ട് റോഡിന് നടുക്കൂടി നടന്നുകൊണ്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വീഡിയോയുടെ കണ്ടന്റ് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം നമ്മളോട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഞാനും ആര്യന്റെ മിന്നൂസിനും കുത്തി കുത്തി ചോദിച്ചിട്ടും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. സോ എന്താന്നൊരു പിടുത്തവും ഇല്ല. ഇപ്പൊ എന്തായാലും നമ്മള് പള്ളി കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ അനിയനോട് പറഞ്ഞു, അനിയനോട് ഫോളോ ചെയ്താൽ മതി, സെറ്റ് ആക്കാന്ന് ബാക്കി. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, ആദ്യം സർപ്രൈസ് അറിയുന്നത് ഞാനാണ്. എന്നിട്ട് നമുക്ക് അവരെ സർപ്രൈസ് ആക്കാം. അപ്പൊ നമുക്ക് അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ പിന്നോയുടെ റിയാക്ഷൻ എന്താന്ന് അറിയാം. അത് എന്താ സാധനം എന്ന് അറിഞ്ഞു കഴിയുമ്പോ. കേട്ടോ ഗൈസ്? ഓക്കെ ഗൈസ്. കേക്ക് ഭ്രാന്താ ഗൈസ്. ഇവിടെ എന്തോ പന്തല് കിട്ടിയിരിക്കുന്ന കേക്ക് വേണം. ആ കേക്ക് വേണം, ഒരു കേക്ക്. ഗൈസ്, സംഭവം മനസ്സിലായി. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറേയായിട്ട് പറയുന്നില്ല, എന്നിട്ട് കേക്ക് വാങ്ങാം, നമുക്ക് കേക്ക് വാങ്ങിയാലോ അങ്ങനെയൊക്കെ പറയുന്നില്ല. പിന്നെ നമ്മളോടത്തൊക്കെ പിന്നെ ആകാം നമ്മൾ നീട്ടി വെച്ചൊരു സംഭവമായിരുന്നു. ഇപ്പോൾ അനീനോട് ഒരു കടയുടെ ഫ്രണ്ട് വന്നപ്പോൾ, ഒരു കേക്ക് കടയുടെ ഫ്രണ്ട് വന്നപ്പോൾ പറയുക കയറിക്കോളാം, വാങ്ങിക്കോളാം, എന്തേ നമ്മുടെ കേക്ക്. ഗൈസ്, അങ്ങനെ സർപ്രൈസ് ഒക്കെ കിട്ടിയ സാധനം കാണിക്കും. ഇത് ശരിക്കും അവർ കണ്ട സർപ്രൈസ് ആകും ഗൈസ്, ഞെട്ടും. പക്ഷെ ആരെന്താ ഗസ് ചെയ്ത് ഗൈസ്, അതിനുള്ള പ്രത്യേകത ഉണ്ട്. ഇങ്ങനത്തെ എന്ത് നമ്മ മനസ്സിൽ കണ്ടാലും അത് മാനത്ത് കാണും. ഇന്നലെ ഗസ് ചെയ്തപ്പോ ഞാൻ പിന്നെ എന്റെ അഭിനയം വിടാതെ ഞാൻ ഇങ്ങനെ സഹിച്ച് പിടിച്ച് നിൽക്കുവായിരുന്നു ഇന്നലെ. പക്ഷെ അവള് ഗസ് ചെയ്ത് കറക്റ്റ്, അവള് ഗസ് ചെയ്ത് ഇന്നലെ. ഗൈസ്, അപ്പൊ എന്തായാലും അവർ ശരിക്കും വിചാരിക്കാത്തായിരിക്കും, മിന്നൂസിലൊന്നും തീരെ വിചാരിക്കത്തില്ല. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സർപ്രൈസ്, ആ ഒരു റിയാക്ഷൻ കാണാം. ഗൈസ്, ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നടക്കുകയാണ്. സോ നമ്മുടെ സർപ്രൈസ് കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭയങ്കര വെയിലായത് കാരണം നമ്മൾ കുട എടുത്തിട്ടില്ലായിരുന്നു. നല്ല ദാഹമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിക്കണം. നടപ്പാണ് ഗൈസ്. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ വന്നു. ഇനി നമുക്ക് അവരെ സർപ്രൈസ് ചെയ്യണം. അപ്പോൾ അവരെ സർപ്രൈസ് ചെയ്യാനായിട്ട് നമ്മളിത് ഒരു റൂമിൽ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് കേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കി നമുക്ക് എപ്പോഴേക്കും അവർ വെച്ച് പല്ലൊക്കെ തേച്ച് നമുക്ക് കൊണ്ടുവരാം. അവരപ്പോൾ ആ സമയത്തുള്ള നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ കുറച്ച് ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മുടെ കേക്കും ബലൂണും കുഞ്ഞ് ഡെക്കറേഷനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരിപ്പം നമ്മുടെ റൂമിലേക്കാണ്. അപ്പോൾ അവിടെ അവർ റെഡിയായി ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് കണ്ണ് കെട്ടി വിനു ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനുള്ളിൽ നമ്മളിവിടെ കേക്കും സാധനങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് ഓർത്ത്. ഇതാ ഗൈസ് നമ്മുടെ കേക്ക്, 1K സെലിബ്രേഷൻ. ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് ഇതെന്തോ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന് ഓർത്തത്. അതാണ് ഇത്. കേക്ക് വാങ്ങിയപ്പോ തന്നെ അനിയനോട് പറഞ്ഞായിരുന്നു, ആര്യൻ ഇന്നലെ ഓൾറെഡി ഗസ് ചെയ്തതാണിത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പം നിങ്ങൾ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 1K സബ്സ്ക്രൈബർ ആയതിനു ശേഷം. അപ്പം നമ്മളെ അത്രത്തോളം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. നമ്മൾ സത്യം കാര്യം ചോദിക്കണം, അത്ര എഫോർട്ട് എടുത്ത് നമ്മൾ. പ്ലസ് നമ്മൾ ഹോസ്റ്റലിൽ കൂടെ നമുക്ക് വീഡിയോ കണ്ടന്റ് ഇല്ല. പ്ലസ് നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി, ക്ലാസ്, അതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെല്ലാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1K സബ്സ്ക്രൈബർ ആവാന്ന് പറയുന്നത് തന്നെ നല്ല വലിയ കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ 1K സബ്സ്ക്രൈബർ ഒക്കെ കാണുമ്പോൾ നമ്മളേക്കും ഇച്ചിരി കാര്യമല്ലേ ഉള്ളൂ, 1000 സബ്സ്ക്രൈബർ അല്ലേ ഉള്ളൂ, വലിയ കാര്യം. പക്ഷെ ഓരോ സബ്സ്ക്രൈബർ അത്രയ്ക്ക് വിലപ്പെട്ട പോകുമ്പോ ഞങ്ങൾക്ക് സങ്കടം പറഞ്ഞാൽ എന്തിനാണ് പോയ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സോ ഗൈസ്, അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം.
ഇനി സപ്പോർട്ട് ചെയ്യണം ഓരോ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. സോ നമ്മുടെ ചെറിയൊരു സന്തോഷമായിട്ട് ചെറിയൊരു നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ പ്രേക്ഷകരോടും നമ്മളൊക്കെ ചെയ്യാൻ തെറ്റിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഒരാൾ സന്തോഷം കേട്ടോ. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു നമ്മൾ മുറിക്കുകയാണ്. കുഞ്ഞാങ്ങളുടെ കുഞ്ഞു സന്തോഷം. എനിക്കറിയായിരുന്നു. മീൻസ് നമ്മൾ സർപ്രൈസ് ആവാൻ ചാൻസ് ഉള്ളത് യൂട്യൂബ് റിലേറ്റഡ് തന്നെയാണ്. നമ്മൾ കുറെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് 1K സെലിബ്രേറ്റ് ചെയ്യണം. നമുക്ക് കുറെ അതിനിടയിൽ കുറെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാറുണ്ടായിരുന്നു. ഒന്നെങ്കിൽ റൂം ഫ്രീ ആയിട്ട് കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരക്കുകൾ കാണും, അസൈൻമെന്റ് വെക്കാൻ കാണും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്യൂട്ടി കാണും. അപ്പം അതിനൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇതായി പോകാം. പക്ഷെ നമ്മൾ ഉള്ളിലുണ്ടായാലും സെലിബ്രേറ്റ് എടുക്കണം. 1K ആയപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു 1K കഴിഞ്ഞിട്ടും 1069-70 സോ ഇത്രയ്ക്ക് ലാഗായി ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു ഇത്രയ്ക്ക് ഇതായല്ലോ എന്നുള്ള ഇതിൽ. അപ്പം ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് കുറേ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് റിലേറ്റഡ് ആണോ, എൻ്റെ യൂട്യൂബ് ഇതായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു 1K ഇപ്പം തന്നെ കണ്ണ് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു 1K സബ്സ്ക്രൈബർ നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ചപ്പോൾ ഞാനിപ്പം അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ അത്രയും നമ്മൾ 4 പേര് അത്രയ്ക്ക് ആഗ്രഹിച്ചൊരു സാധനമായിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആവുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മളിപ്പോൾ പറയുമല്ലോ കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പേര് കളിയാക്കിയിട്ടുമുണ്ട് നമ്മൾ ഇതിനിടം വരെ പോകാനായെന്നൊക്കെ ഉള്ളത്. കളിയാക്കിയതിനെ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം എല്ലാവരോടും എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. 1K തന്നെ എത്താൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇനി എത്തുമോ ഇല്ലയോ നമുക്കറിയില്ല. കുറെ പേര് വെച്ചിട്ടുണ്ട് 4th കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് പോകുന്ന കാര്യം നമുക്ക് നോക്കാം. നമ്മളിപ്പം ഈ വീഡിയോന്റെ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വീഡിയോ എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വൈൻഡപ്പ് എടുക്കുന്നത്. വീഡിയോ എഡിറ്റിങ്ങിന് വെച്ചപ്പോഴാണ് വൈൻഡപ്പ് ഇല്ലാന്ന് അറിഞ്ഞത്. 2-3 ദിവസത്തിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഡ്യൂട്ടി അതെല്ലാം ബിസി ആയിപ്പോയി. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറെ അല്ലാത്ത വീഡിയോസ് ആയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ എടുത്ത് നമ്മളതേ വന്നിരുന്നോളൂ. ആ വീഡിയോ വഴിയേ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ കുളിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ 1K അതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിന്റെ വൈൻഡപ്പാണ്. അപ്പൊ നമ്മളിങ്ങനെ റീകോൾ ചെയ്യുന്നത് ഏത് വീഡിയോ ആണ് എന്താണ് എടുത്തതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾ ഇനിയും ഞങ്ങളെ ത്രൂ ഔട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഒത്തിരി താങ്ക്സ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.